അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിന്റെ അധികാരം അല്ലാഹുവിനാണ്. അധികാരം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ, ജീവനുള്ളവരെ ഭരിക്കുമ്പോഴാണ് അധികാരം ഉണ്ടാവുക. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ ജനിക്കണം, ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവിന്റെ അൾട്ടിമേറ്റ്ലി അള്ളാഹുവിന്റെ ചോയ്സാണ്, റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അല്ലാഹ് പറയട്ടെ, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവനും അള്ളാഹു ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇഴജന്തുക്കളിൽ, കൊച്ചു കൊച്ചു പറവകളിൽ, പ്രാണികളിൽ, വൈറസുകളിൽ, അമീബിയ അടക്കമുള്ള കൊച്ചു കൊച്ചു ജീവജാലങ്ങളിൽ മനുഷ്യ ചിന്തകൾക്കൊരിക്കലും ആലോചിക്കാൻ കഴിയാത്ത വിധം വളരെ സൊഫിസ്റ്റിക്കേറ്റഡായി ചെറിയ ചെറിയ സാധനങ്ങൾക്ക് പോലും ബ്രെയിനും 2 കണ്ണും ഹാർട്ടും ലിവറും അവർക്ക് ഇൻറ്റസ്റ്റൈൻ അടക്കം അവരുടെ എക്സ്ക്രീഷന്റെ ഓർഗാൻസ് അടക്കം എല്ലാം കൊടുത്തുകൊണ്ടാണ് കൊച്ചു ജീവികളെ പോലും അള്ളാഹു ഡിസൈൻ ചെയ്യുന്നത്. വലിയ വലിയ ആനടക്കം ചെറിയ കൊതുകിലേക്ക് എല്ലാറ്റിലും എല്ലാ അവയവങ്ങളും അള്ളാഹു കൊടുക്കും. എല്ലാ പാർട്സും ക്ലിയറാണ്, സാധനത്തിന് വലുപ്പം കുറവാന്ന് മാത്രം, എല്ലാം ഉണ്ട് അതിൽ. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവനും അല്ലാഹു സൃഷ്ടിക്കുന്നുണ്ട്. യഹബു ലിമൻ യശാഉ ഇനാഥ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ദാനമായി കൊടുക്കുന്നുണ്ട് പെൺകുട്ടികളെ. യഹബു ദാനമാണ്, നമ്മൾ കേട്ട ആയത്താണിത്, ചർച്ച ചെയ്ത ആയത്താണിത്. പക്ഷെ യഹബു അല്ലാഹു കൊടുക്കുന്ന ദാനമാണ് പെൺകുട്ടികൾ. ചിലർ പറയും, എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ആൺകുട്ടിയെ കൊണ്ട് ഇവന് തലവേദന വരലാണോ? അല്ല, ഇസ്സത്തുള്ള 3 പെൺകുട്ടികൾ അല്ലാഹു നൽകി. ആ പെൺമക്കളെ ശരിക്ക് വളർത്തിക്കൊണ്ടുവന്നു, അവർക്ക് പുതിയാപ്പിളമാരെ ഏൽപ്പിച്ചു കൊടുത്തു. നല്ല അന്തസ്സുള്ളൊരു പുതിയാപ്പിള, അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു പുതിയാപ്പിളയെ കിട്ടി. സ്വന്തം മകനിൽ നിന്ന് കിട്ടുന്ന നന്മയെക്കാളും സ്വന്തം മകളുടെ പുതിയാപ്പിളയെ നിന്ന് അള്ളാഹു കൊടുത്തേക്കും. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു നൽകുന്ന ദാനമാണ്. യഹബു, ഹിബത്ത് എന്ന് പറയില്ലേ, ഹിബ ദാനം എന്നതിൻ്റെ അർത്ഥം. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ദാനമാണ് മുഴുവൻ ആൺകുട്ടികളാകുന്നത്. അവർക്ക് ആഗ്രഹം പെൺകുട്ടിനെ കിട്ടാനായിരിക്കും. പെൺകുട്ടികൾ ചിലപ്പോൾ പറയും, ഉള്ളവർ മാത്രം പറയേ, പെൺകുട്ടികൾ മാത്രമുള്ളവരെ പെൺകുട്ടികളെ കിട്ടാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കുട്ടിനെ മണേ 5-6 കൊണ്ടേക്കോ അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ, അല്ലേ? പെൺകുട്ടികൾ തന്നെ ആയപ്പോൾ ഇനി അടുത്തത് ആൺകുട്ടിയാവുമെന്ന് വിചാരിച്ച ഒരു പ്രസവം കൂടെ, അങ്ങനെ 3 കുട്ടിയായി, ഒന്നും കൂടെ ചിലപ്പോൾ അല്ലാഹു ആൺകുട്ടിനെ തന്നാലോ, അതും പെൺകുട്ടി, അങ്ങനെ 8 പെൺകുട്ടികളെ ഇനി നിർത്തുകയെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ സുബ്ഹാൻ, അങ്ങനെ എത്ര ഉണ്ട് അങ്ങനെ? സുബ്ഹാനല്ലാഹ്, ഒരു പെൺകുട്ടിയായി കിട്ടുമോ എന്ന് വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നവര്. അല്ലാഹ് പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ആൺകുട്ടി ജനിക്കുന്നതും പെൺകുട്ടി ജനിക്കുന്നതും ഒരു പെണ്ണിന്റെയോ ആണിന്റെയോ കഴിവല്ല, അവരുടെ അധികാരമല്ല. ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ അതിന് പഴിചാരാനും പറ്റില്ല, ഇവർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ഇത് എൻ്റെ അധികാരമാണ്. അല്ലാഹു പറയും, ഇത് ഞാനാ തീരുമാനിക്കാരിവിടെ വരണമെന്നത്, നിങ്ങളല്ല, ഭാര്യയല്ല. പെൺകുട്ടി ജനിച്ചുകൊണ്ട് ഭാര്യനെ ഡിസ്മിസ് ചെയ്യണ്ട, അവളെ കുറ്റല്ല, നിന്റെ കഴിവല്ല ആൺകുട്ടി ജനിക്കുന്നത്. പിന്നെ എന്തിനാ? അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അല്ലാഹു കൊടുക്കുന്നുണ്ട്, മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ആൺകുട്ടിയും കൊടുക്കും, പെൺകുട്ടിയും കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു പ്രസവിക്കാത്തവരാക്കി മാറ്റും, അല്ലെങ്കിൽ ജനനശേഷി നഷ്ടപ്പെട്ടവരായിട്ട്, ആണിനോ പെണ്ണിനോ ആവാം. അഖീമ, ജന്മന അവർക്ക് മക്കൾ ജനിക്കാത്ത അവസ്ഥയിൽ അല്ലാഹു പടക്കുന്നുണ്ട്. ഇത് എൻ്റെ ദാനമാണ്. യഹബു, ഞാൻ ചെയ്യുന്ന ദാനമാണ്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. ജീവിതത്തെ ടെൻഷൻ അടിക്കരുത്, മക്കളില്ല എന്ന് വിചാരിച്ച്. ഒരു കുഞ്ഞില്ലെങ്കിൽ നാട്ടുകാരായ എത്രയോ മക്കൾ, ഇതൊക്കെ എൻ്റെ കുട്ടികളാണെന്ന് വിചാരിച്ചൂടെ? യതീമക്കളായ ആളുകൾ, നിരാലംബരായ ആളുകൾ, അവരെ ഏറ്റെടുത്തൂടെ? എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ വളർത്തുന്നു, സംരക്ഷണം കൊടുക്കുന്നു. ഒരു കുഞ്ഞ് എനിക്ക് ജനിക്കുകയും ആ കുഞ്ഞ് എനിക്ക് അപമാനമായി മാറുകയും ചെയ്യുന്നതിനേക്കാളും അല്ലാഹു ഖൈറുദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു മോൻ ജനിക്കാതിരിക്കുന്നതല്ലേ? യഹബു ലിമൻ യശാ, അല്ലാഹു നൽകുന്ന ദാനമാണ് ഉഖ്മ്. പ്രസവിക്കാതിരിക്കുന്നത് പോലും അല്ലാഹുവിൻ്റെ ദാനമാണത്രേ. അതങ്ങനെ മനസ്സിലാക്കിയാൽ ഇതൊക്കെ ജീവിതത്തിന്റെ പൂരണങ്ങളാണ്. ജീവിക്കണമെങ്കിൽ മക്കൾ ഉണ്ടാവണമെന്ന് വിചാരിക്കേണ്ട. അതിനാണ് അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ജീവിതത്തിന്റെ പൂരകങ്ങളൊന്നുമല്ല, ജീവിതത്തിന്റെ അലങ്കാരമാണ്. വീടുണ്ടാക്കിയിട്ട് പെയിന്റ് അടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റൂല്ലേ? മഴയും വെയിലും കൊള്ളൂലെങ്കിൽ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ
സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായൊരു മനുഷ്യന്റെ ഇസ്സത്ത് അല്ലാഹുവിനെ കൊണ്ടാണ്, മക്കളെ കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല. ഒരു മനുഷ്യന് ഇസ്സത്തുണ്ടാകുന്നത്, അഭിമാനമുണ്ടാകുന്നത് അള്ളാഹുമായി ബന്ധിക്കുമ്പോഴാണ്. നിങ്ങളും അള്ളാഹും തമ്മിൽ എത്ര ബന്ധമുണ്ട്, നിങ്ങളും അള്ളാഹിന്റെ റസൂലും തമ്മിൽ എത്ര ബന്ധമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ദീനിന് എത്ര സ്ഥാനമുണ്ട്, അതാണ് നിങ്ങളുടെ ഇസ്സത്ത്. നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ മക്കളും അല്ല. ഇതൊക്കെ അള്ളാഹു നൽകുന്ന സീനകളാണ്. സീനത്തുൽ ഹയാത്തി ദുനിയ. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഇതിൽ മടുപ്പ് വരുന്നത്. എത്രയോ മനസ്സിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഗതികൾ, ദുന്യാവുമായി ബന്ധപ്പെട്ടത്, കുറച്ചു കഴിഞ്ഞാൽ അത് മതി, മടുത്തു എന്ന് പറയും. അത് വീടായാലും വാഹനമായാലും കുടുംബമായാലും. കുടുംബം എന്ന് പറയാൻ പറ്റില്ല, ഒഴിവാക്കാൻ വയ്യല്ലോ, പെണ്ണുങ്ങൾ കേൾക്കേണ്ടതൊന്നും. അപ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്യും? ദുന്യാവ് അങ്ങനെയാണ്, എല്ലാറ്റിനോടും മടുപ്പ് വരും. ഒരു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു, ആദ്യം ഒരു മൊബൈൽ വാങ്ങിച്ചു, എന്തായിരിക്കും കൊണ്ടുനടക്കില്ല, തോത്തി തുടച്ചിട്ട് 2 ആഴ്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ഒന്ന് വീണാൽ മതി, പിന്നെ ഇനിയിപ്പോൾ എന്താ, അത്രയേ ഉള്ളൂ. ദുന്യാവിൻ്റെ കാര്യം അങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ മെനിക്കിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് ടർക്കിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ആയിരിക്കും മൊബൈൽ വെക്കുക, കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലും ചാടി കിടക്കുന്നുണ്ടാവും. ആദ്യം വിചാരിച്ചു ഇത് ഭയങ്കര സംഗതിയാണെന്ന്, പിന്നെ തോന്നി അതിലൊന്നുമില്ലല്ലോ എന്ന്. ദുന്യാവ് അങ്ങനെയാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഏതു മനുഷ്യനും അല്ലാഹു അടിസ്ഥാനമായ സംഗതി ഇവിടെ നൽകുന്നുണ്ട്. മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി ആമിനൻ ഫീ സിർബിഹി. ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയില്ലാത്ത വിധം അല്ലാഹു നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകുകയും, നിങ്ങൾ നേരം പുലരുമ്പോൾ ആരോഗ്യമുണ്ട്. ഹദീസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അനുസ്മരിച്ചു. നിങ്ങൾ നേരം വെളുത്തപ്പോൾ നല്ല ആരോഗ്യാവസ്ഥയിലാണ്. ആമിനൻ ഫീ സിർബിഹി, തന്റെ കൊച്ചു കൂരയിൽ അവൻ സുരക്ഷിതനാണ്. അപ്പൊ നമ്മുടെ സുരക്ഷിതത്വം ആരോഗ്യപരമായും നമ്മുടെ സോഷ്യൽ വെൽബീയിങ്, നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്, ഇത് രണ്ടും ക്ലിയർ ആണ്. വഇൻദഹു ഖൂതു യൗമിഹി, ആ ഒരു ദിവസം കഴിച്ചുകൂട്ടാനുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസതു ലഹു ദുനിയാ ബിഹദാഫീരിഹാ, ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് അല്ലാഹു തന്നതിന് തുല്യമല്ലേ അത്. അത്രയുള്ളൂ. ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടില്ല. മക്കളെ പറഞ്ഞു, ഇവിടെ നിങ്ങളെ കുട്ടികളൊക്കെ നിങ്ങൾ ചുറ്റുമുണ്ട്, അങ്ങനെ നേരം വെളുത്താൽ അതല്ല, നിങ്ങൾ നേരം വെളുത്തു, നിങ്ങളുടെ പോലെ പൊളിഞ്ഞാടിയിട്ടില്ല, നിങ്ങൾക്ക് അന്ന് കഴിക്കാനുള്ള ഭക്ഷണം ദുന്യാവ് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇനി ബാക്കിയൊക്കെ അതിൻ്റെ സീനകളാണ്. അടിസ്ഥാനം ഇത്രയേ വേണ്ടൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അടിസ്ഥാനമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് സന്തോഷിക്കാം. നിൽക്കാനൊരു ഇടം കിട്ടിക്കഴിഞ്ഞാൽ റാഹത്തല്ലേ. നല്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാന്ന് വിചാരിക്കുക, ട്രെയിനിലൊക്കെ. ആദ്യം ഒരൊറ്റ കാല വെക്കുക അതിൻ്റെ ഉള്ളിക്ക്, പിന്നെ അത് 2 ആക്കി മാറ്റും, പിന്നൊന്ന് ചാരി നിന്ന് നോക്കും, പിന്നൊന്ന് അല്പൊന്ന്, പിന്നെ കടക്കും അവിടെ, അല്ലേ? അങ്ങനെയാണ്. മെല്ലൊറ്റ കാലം വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി എന്ന് പറയാം. പിന്നെ സ്വന്തം സീറ്റായി പ്രഖ്യാപിക്കും. അപ്പോൾ ദുന്യാവ് അങ്ങനെയാണ്. അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയില്ലേ, സ്ലീപ്പറോ AC അതൊന്നും നോക്കണ്ട. ജനറലെങ്കിൽ ജനറൽ, വണ്ടി ഓടുന്നുണ്ടല്ലോ, ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള വകുപ്പുണ്ടല്ലോ, മതി, അൽഹംദുലില്ലാഹ്. ബാക്കിയൊക്കെ സീനകളാണ്. അതുകൊണ്ട് സീനത്തില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, മനുഷ്യൻ ടെൻഷൻ അടിക്കരുത്. അതാണ് അള്ളാഹു പറയുന്ന അർത്ഥം. ടെൻഷൻ അടിക്കരുത്, പ്രത്യേകിച്ച് മലയാളി മുസ്ലിങ്ങളോട്. വെറും ടെൻഷൻ എന്നല്ലാതൊരു പരിപാടിയില്ല. എന്തിനായി ടെൻഷൻ അടിക്കണത്? എന്താ കൊണ്ട് കിട്ടാൻ പോണത്? എനിക്കറിയില്ല എന്തിനാണ് എപ്പോഴും ടെൻഷൻ. ഏത് നേരത്തും വീട്ടിൽ സുഖമില്ലാത്തവരുണ്ടോ, അത് ആർക്കല്ലാത്തത്? കുറച്ച് കടം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ, അത് ആർക്കല്ലാത്തത്? പെരപ്പണിയപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, തുടങ്ങാൻ പകുതി വഴി നിൽക്കുന്നുണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീത്ത വിളിയോ വല്ല പരിഹാസം ഇടങ്ങാറാക്കി, ഇതൊക്കെ ആർക്കാ ദുന്യാവിലൊന്നും ഇല്ലാത്തത്? നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് നമ്മൾ എന്തിങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ചിരിക്ക പോലും ചെയ്യാതെ. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട മോമിനിയങ്ങളെ. ഒരുപാട് ആർഭാടം അല്ലാഹു നമുക്ക് നൽകുന്നില്ലേ? ഓരോന്നോരോന്ന്. നമുക്ക് ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണമല്ലല്ലോ, മിനിമം ഒരു 4 ദിവസം കഴിക്കാൻ ബർഗറെങ്കിലും ചെറിയ മോട്ടാച്ചാവലെങ്കിലും കഴിക്കാനുള്ള പൈസ കൈ തരുന്നില്ലേ പഠിച്ചവന്? അൽഹംദുലില്ലാഹ്. എത്ര സീനയാണതൊക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോ അള്ളാഹു പറയാണ്, ഇതൊന്നുമല്ല വിഷയം. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാക്കിയായി നിൽക്കുന്ന, നിങ്ങൾക്ക് അവശേഷിച്ചു കിട്ടുന്ന നന്മകളുണ്ടല്ലോ, അതാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ലത്. അതാണ് നല്ലത്. അള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് പടച്ച തമ്പുരാൻ ഇഷ്ടമെന്ന് നോക്കാതെ
നമ്മൾ വീട്ടിലേക്ക് സാധനം കൊണ്ടുപോവുക, പ്രവാസികളാണ് വേഗം പറയാലോ, എന്ത് ചെയ്യും, വേഗം ഒരുപാട് സാധനം നമ്മൾ ഇവിടുന്നൊക്കെ ഒരുമിച്ച് കൂട്ടി പാക്ക് ചെയ്ത് അവസാനം വല്ല ആവേശത്തോടുകൂടെ മക്കളൊക്കെ വരുമെന്ന് പറഞ്ഞ് പെട്ടി പൊളിക്കാൻ പോവുക. അങ്ങനെ പരിപാടിയില്ലേ? അപ്പം ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇതേനിപ്പോൾ 30 കിലോ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നപ്പോൾ വലിയ കാര്യത്തിൽ തുറന്നത്, എന്താ ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ടെൻഷനായി അല്ലേ? അത് ചോദിക്കുമെന്ന് വിചാരിച്ച് പോയാൽ മതി ആദ്യം. അങ്ങനെ ഇതായിരുന്നിപ്പോൾ ഇത്ര സാധനം കൊണ്ടുവരുന്നുണ്ട്, ആർക്കേ ഇപ്പം എന്താ കിട്ടിയത്? ഇത് പാക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് തൂക്കുമ്പോൾ വലിയ തൂക്കം തോന്നും ചെയ്യും. സംഗതി ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെയോ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ ആവശ്യമുള്ളതായിരുന്നു കൊണ്ടുപോകേണ്ടിയിരുന്നത്. അതൊരവർക്ക് ആവശ്യമാണോ? അതവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഇതാണോ അവർ മുൻഗണന കൊടുക്കുന്ന സാധനം നമ്മളെ കൊണ്ട് സാധിക്കുന്നത്? ഇത് നോക്കാതെ നമ്മൾ ബൾക്കായിട്ടാണ് പാക്ക് ചെയ്തു. അതല്ല. വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്. നിങ്ങൾ എന്തെല്ലാം ഇവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടിയാലും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്, അള്ളാഹ്ക്ക് വേണ്ടതും അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ ചെയ്യുന്ന നന്മകളാണ്, ബാക്കിയാവുന്ന നന്മകളാണ്. അതുകൊണ്ട് നിങ്ങൾ നന്മകളെ സംബന്ധിച്ച് നന്മ ചെയ്യാൻ ജീവിക്കുക, ജീവിതത്തിൽ നന്മ ശീലമാക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.